പ്രാർത്ഥനയുടെ രണ്ട് പ്രായോഗിക തലങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നൊരു ചോദ്യം ഇന്നത്തെ വീഡിയോയുടെ ഒരു കാതലായ വിഷയമാണ്. യേശു കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് ആവശ്യമായ കാര്യങ്ങളെ ഓർത്തും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങളെ ഓർത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണ് എന്നെ വളരെ ശ്രദ്ധേയമായി ചിന്തിപ്പിച്ചത്. പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. നമ്മുടെ പ്രാർത്ഥനയുടെ ഫസ്റ്റ് തലം മാറട്ടെ. നമ്മുടെ ഇഷ്ടത്തിന് ഉപരി, നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപരി നമ്മളെ സൃഷ്ടിച്ചവനായ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മുൻനിർണയിക്കപ്പെട്ട അല്ലെങ്കിൽ മുൻനിർണയിച്ച ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ? അതല്ലേ യഥാർത്ഥ പ്രാർത്ഥന? ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ദൈവമേ എൻ്റെ ഇഷ്ടങ്ങളല്ല അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് എന്നിലൂടെ നിറവേറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഇനിയുള്ള നാളുകളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലുള്ള പ്രൈഡ് കുറയുവാനിടയായിത്തീരും. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാനൊക്കെ നമുക്കിടയായിത്തീരും. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾക്കുപരി ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും അവിടെ അധികമായി ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സകലവും നമ്മൾ സ്തോത്രത്തോടും നന്ദിയോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ അറിയിപ്പിനെന്ന്. അതെ, നമ്മുടെ അടുത്ത പ്രാർത്ഥനാ തലമാണ് നന്ദിയുടെ പ്രാർത്ഥന. ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്, സകലവും പ്രാർത്ഥനയാലും യാചനയാലും ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിപ്പിൻ. പ്രിയരെ, നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ, തുറന്ന മനസ്സോടെ അറിയിക്കുവാൻ ഉള്ള ഒരു പ്രാർത്ഥന ആയിരിക്കട്ടെ. തുറന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെയും സുഹൃത്തുക്കളുടെയും നമ്മുടെ ബന്ധുക്കളുടെയും സകലുടെയും ആവശ്യങ്ങളെ പറഞ്ഞ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് ഇനിയുള്ള നാളുകൾ ഇടയായിത്തീരും? നാം ആദ്യം പറഞ്ഞതുപോലെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാൻ. രണ്ടാമതായി നന്ദിയും ആവശ്യങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുന്ന ഒരു പ്രാർത്ഥന. അത്തരത്തിലൊരു പ്രാർത്ഥന ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.